കാണിയടി ഗായത്രിയുടെ ഷോക്സ്. ഗൈസ് നമ്മളിപ്പോൾ എറണാകുളത്തുണ്ട്. രാവിലെ 4 മണിക്കത്തെ ട്രെയിൻ കയറി സമയം 8:30 ആയപ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഇന്ന് പോകുന്നത് ഇന്ന് വൈകിട്ടാണ്. വൈകിട്ട് എന്ന് വെച്ചാൽ 8 മണിയൊക്കെ ആ സമയത്താണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് എല്ലാവരുടെ കാറിലാണ് നമ്മൾ പോകുന്നത്. നേരെ എവിടെയാണ്? കൊടൈക്കനാലല്ലേ? കൊടൈക്കനാലിട്ടാണ് അപ്പം ട്രിപ്പ് നമ്മൾ പോകുന്ന. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ വിളിച്ച് നമ്മളാ മല്ലു കൊച്ചിയുടെ വീട്ടിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കാലത്ത് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള വ്ലോഗ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് നിൽക്കുക കേട്ടോ. നമ്മൾ ആർത്തുകൂട്ടാ നിൽക്കുന്ന മല്ലു കൊച്ചി മുണ്ട കൊടുത്താ വന്നിരിക്കുന്ന. ജിമ്മി പോയാളിയാ അതൊക്കെ പറഞ്ഞ് നമ്മളെ സച്ചിനെ അപ്പൊ കയ്യിലേക്ക് മാറ്റി കുളിപ്പിച്ച് ഒരുക്കി. സച്ചിന്റെ കാർ അല്ല എന്താണ് അളിയാ അപ്പൊ റെഡി ആക്കി ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ നേരെ പോകുന്ന നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലാണ്. ഗോൾഡ് വിങ്ങിന്റെ ഒരു ലോഞ്ച് ഇന്ന് ആ ഷോറൂമിൽ വെച്ചുകൊണ്ട്. അപ്പൊ ആ ഒരു ലോഞ്ച് കാണാനായിട്ട് വിഷ്ണു ടീംസ് ഒക്കെ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ സച്ചിനും കാർ എടുത്തോണ്ട് ഇറങ്ങി. എന്തിനാന്തോ ബേക്കിൽ ഒരാളോടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നേരെ ഷോറൂമിൽ പോവല്ലേ അളിയാ? പിന്നെ അല്ല സെറ്റായിട്ട് സമയം താമസിച്ചു പോയി ഗായ്സ്. നമ്മള് കാറി വന്നോണ്ടിരുന്നപ്പോ വണ്ടി അവിടെ നിന്ന് ഇറക്കി. എന്റെ പൊന്നെ എത്ര കളി 55 ലക്ഷം അല്ലേ? എന്റെ ടീഷർട്ട് വിഷ്ണു ഇട്ടേക്കണത് ഇന്ന് തൂക്കും. എന്റെ പൊന്നെ വിഷ്ണു ഇട്ടേക്കുന്ന ടീഷർട്ട് ഏകദേശം ഒരു 4-5 മാസമായി കാട് കേട്ടാ ടീഷർട്ട് തൂക്കിയിട്ട്. ഇപ്പൊ അത് ഇട്ടോണ്ടിരിക്കണ. നമ്മള് വണ്ടിയുടെ വീഡിയോ എടുക്കാനല്ല വന്നത്. ഇപ്പൊ അവര് ഫാമിലി ആയിട്ട് വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി അല്ലേടാ? സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടിയുടെ ലോഞ്ചാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും മല്ലുക്കൊച്ചിന് വീട്ടിൽ ചെയ്ത് ഇവിടെ വന്നപ്പോ ഒരു കാഴ്ച കാണിയടി ഗായത്രിയുടെ ഷോക്സ് കേട്ടാ. 2 കാലും 2 കളർ ഷോക്സ് കേട്ടാ. ഇത് ഫുള്ള് 2 മോനെ ഈ ഷോക്സിൽ എന്റേത്. അപ്പൊ എനിക്ക് മാറിയാ ആ അതാണ് ഇതെന്ന് തോന്നുന്നു. ഉള്ളൊന്നുമില്ല ഇവിടെ പുറത്തെ ഡിസൈൻ. ആ ഇതാണിത്. നമുക്കപ്പം ഇങ്ങനെ ഇടക്കാം. ഇതായി പോയല്ലോ നമുക്ക് ഇങ്ങനെ പോയേട്ടാ. 8526 പ്ലസ് 4176 2 പേർക്ക് ടാസ്ക് കൊടുത്തേക്കുന്നു ഗൈസ്. ബ്രില്യൻ്റ് ആരാന്ന് അറിയാനായിട്ട് സച്ചിനും ഗായത്രിയും കുറച്ച് നേരം കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ലാസ്റ്റ് ഒരു ടാസ്ക് കൊടുത്തതാണ്. വലിയൊരു സംഖ്യ 8526 പ്ലസ് 4176 8526. അവൻ ഉത്തരം പറഞ്ഞു. ബ്രില്യൻ്റ് ആണ് തന്നെ. ബ്രില്യൻ്റ്. ഇത്രയും നേരം വീഡിയോ എടുക്കാതിരുന്നപ്പോ ഗായത്രിയോടെ പറഞ്ഞോണ്ടിരുന്ന. ഫോട്ടോ വെച്ചാ ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചോട്ട് നമ്മള് നേരെ സിനിമ കാണാനായിട്ട് മോളിൽ വന്നിരിക്കാണ് കേട്ടാ. ഗായത്രി ഏത് സിനിമയാണ് ഗായത്രി? നമ്മളെ മൂവിയൊക്കെ കണ്ട് നമ്മള് വൈകിട്ടപ്പോ സ്നാക്സ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടാ. വേറെ കുറച്ച് ഐറ്റങ്ങളൊക്കെ എടുത്തായിരുന്നു. ഇത് ലാസ്റ്റ് ഐറ്റം എടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ വ്ളോഗിൻ്റെ ദിവസം ഞാൻ ആലോചിച്ചത്. ഇതെന്താടി പാസ്ത അല്ലേ? മക്രോണിയാ? എന്ത് മാക്രോൺ? ഓക്കെ, അപ്പൊ കഴിച്ചോണ്ടിരിക്കാം. സച്ചിന് വയറിളക്കം കാരണം
ലൂസ് മോഷൻ. നമ്മളിപ്പം കുതിരയാൻ തുരങ്കം കയറിക്കൊണ്ടിരിക്കാൻ കേട്ടാ. സമയം ഇപ്പൊ രാത്രി 11:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മാത്രമല്ല, ഞാൻ, അനീഷ, സച്ചിൻ, ഗായത്രി, ആർത്തിക്കുട്ടൻ, പിന്നെ വേറൊരു കാറിൽ വിഷ്ണു, പൂജ, മാഡ് മാക്സ് എല്ലാവരും വരുന്നുണ്ട്. 2 കാറിലാണ് അപ്പം നമ്മളെ ഈ ഒരു ട്രിപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം തുരങ്കത്തിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നൈറ്റാണ്, ഒരുപാട് കാണാനായിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് അങ്ങെത്തിയിട്ട് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. ചായ അടിക്കാൻ വേണ്ടി ജസ്റ്റ് ബ്രേക്ക് എടുക്കുകയാണ് കേട്ടോ. പാതിരാത്രി കഴപ്പുകൾ. ഇപ്പൊ നമ്മൾ ഇന്നലെ 4 മണിക്ക് നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടാ. പക്ഷെ ഇപ്പൊ സമയത്ത് 6:51 ആയിട്ടുണ്ട്, 7 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് എത്തിയിട്ട് ഫുൾ ടൈം നമ്മൾ കാറിനകത്തായിരുന്നു. നമുക്ക് ഒരു റിസോർട്ട് ഇവിടെ ഓൾറെഡി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് ക്യാൻസലായി പോയിട്ടാ. അപ്പം കുറച്ച് നേരം കാറിനകത്ത് വെയിറ്റ് ചെയ്ത് ഒരു റൂമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക അധികം നോക്കിയതാണ്. പക്ഷെ ഇതുവരെ കിട്ടിയില്ല. ഇപ്പോഴും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം വിശക്കുന്നുണ്ട്, റൂമില്ല, ഉറക്കമില്ല, ആർക്കും ഉറക്കമൊന്നുമില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ്. റൂം എടുക്കണം, കിടന്ന് ഉറങ്ങണം. അതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല സച്ചിൻ ഉറക്ക ക്ഷീണമല്ലേ? ഉറങ്ങി വീണ് സച്ചിൻ. എൻ്റെ പോയിന്റ് ആക്ടിങ്ങിൽ സച്ചിൻ കഴിഞ്ഞിട്ടേ ഉള്ളു. ഓസ്കാർ എടുക്കണം ഫസ്റ്റിന്. റൂപ് തപ്പിക്കുന്ന നടക്കാനട്ടാ. കണ്ണാപ്പി വെളുപ്പടിക്കുന്ന കളിയാ. പിടിക്കട്ടെ. ദിവസത്തെ 4ാമത്തെ റിസോർട്ട് കാണാൻ കേട്ടോ. ഇത് 4ാമത്തെ റിസോർട്ടാണ്. അപ്പം ഇതും കണ്ട് ഇഷ്ടപ്പെട്ട ഇല്ലേ നമ്മളിങ്ങനെ തിരക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചർച്ചയിലാണ് കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ റൂം. ചെറിയൊരു റിസോർട്ട് അങ്ങനെ സെറ്റാക്കിയ റിസോർട്ട് എന്ന് പറയത്തില്ല, ചെറിയൊരു സംഭവം സെറ്റാക്കിയതാണ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇത് കൺഫേം ആക്കണല്ലേ നോക്കാം. ഇത് കൺഫേം ആണോ? കൺഫേം ആണോ? ഇത് നിലത്ത് കിടക്കുമെന്ന് പറഞ്ഞ കൺഫേം. പോലീസിനും പേടിയാണ്, പമ്പുകാർക്കും പേടിയാണ്. മികച്ച പാരഡി ഗായകൻ. 9:42 ലാസ്റ്റ് ഒരു തീരുമാനം എത്തിയിട്ടതാ. ഈ കാണുന്ന ഗുരുവേല ആ ഒരു റിസോർട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ റിസോർട്ട് ഇപ്പം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ കേട്ടാ. പുള്ളിയെ കാണാനില്ലല്ലോ. മസാല ദോശ കുറച്ച് കഴിക്കട്ടെ, വിശന്നിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന റിസോർട്ടിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയതാണ്. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല, അത്യാവശ്യം എല്ലാവരും ഒരു 8 ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് പറ്റൂല്ലേ? 6 ഫാമിലിക്ക് പറ്റും. അതായത് 8 പേര് അല്ലേ? ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള റിസോർട്ടാണ്. അപ്പം കയറി ഒന്ന് സെറ്റ് ആവട്ടെ. ഇവിടെ പറഞ്ഞത് നൈറ്റ് ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം എല്ലാരും ചില്ലോട്ട് ആക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇട്ട്, ഇല്ല ചില്ലോട്ടല്ല അല്ലേ, ജസ്റ്റ് ഒന്ന് ഒരു വൈബ് ആക്കാനായിട്ട് ഈ തണുപ്പത്ത് ഓട്ടോട്ടാ എന്താ ഈ തണുപ്പത്തുനിന്ന് ഒരു രക്ഷ നേടാനായിട്ട് നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ റിസോർട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ കേട്ടാ. നല്ല ആശ്വാസമുണ്ട് ഈ തണുപ്പത്ത് ഈ ക്യാമ്പ് ഫയർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടപ്പം. ഓക്കെ, എൻ്റെ കൂടെ തന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു മാജിക് ഷോയും കാണാനായിട്ട്. ബ്രോ പേരെന്ത് വരുന്നത്? പേര് ഭരത്. ഭരത് ബ്രോയാണ് നമുക്ക് ഇവിടുത്തെ മജീഷ്യൻ കാണിക്കാനായിട്ട് പോകണം കേട്ടാ.
എന്തോ പോലെ ഇറക്കരുത്, തിരിച്ചു തുപ്പണം. ഞാൻ ഇറക്കിയില്ല അപ്പൊ നമ്മളെ മാജിക് ഷോ ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് കേട്ടോ. അടുത്ത തമിഴ് കുറച്ച് നടന്മാരെയൊക്കെ വോയിസ് ഇമിറ്റേറ്റ് தமிழ்நாட்டுல மொத்தம் எத்தனை பேர் பேசுவாங்க தெரியுமா? தூக்கி அடிச்சிருப்பதுக்கு நான் சொல்லிக்கிட்டு இருக்கேன். நான் என்ன சொம்பலா? தெரியுமா? நெடுவாலி இந்த அப்பனோட அசன தெரியுமா? ஒன்னு நம்பி தானே கொடுத்தேன். 20 லட்சம் ரூபாய் சரக்கு போச்சேடா. பணம் போயிருந்தாலும் பரவாயில்ல, என்ன காட்சி கொடுக்க பாத்தியா? இந்த வீரபுத்திரனை பிடிக்கிறதுக்கு அந்த சூரபுத்திரனே வந்தால. സൂപ്പർ. അപ്പൊ ഗൈസ്, അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പ് കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ കൊടൈക്കനാലുള്ള 1-2 സ്പോട്ടിലോട്ടൊക്കെ പോകാൻ കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ഏകദേശം കുറച്ച് ലെങ്ത് ആയെന്ന് തോന്നുന്നു. അപ്പം ഇതിന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മളെ ഈ ഒരു റിസോർട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബഡ്ജറ്റ് റേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ കൊടൈക്കനാലുള്ള അടിപൊളി സ്പോട്ടാണല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ കഴിയും. അതുമായിരിക്കും ഗുഡ് ബൈ.